അവര് 10-250 ഐറ്റം ഡെയിലി ഇറക്കുന്നുണ്ട്. ഈ ഇറക്കുന്ന ഐറ്റത്തിന് എത്ര രൂപ ഈച്ച് ആൻഡ് എവരി പ്രൊഡക്റ്റിന് നെറ്റ് കോസ്റ്റ് വന്നു ചോദിച്ചാൽ ഇവർക്ക് അറിയില്ല. ഇവര് ഒരുവിധം ഗ്രോസ് ഇവര് കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ ഇവര് റേറ്റ് ഇടുന്ന ഒരു മെത്തേഡ് എന്താ വെച്ചാൽ മാർക്കറ്റ് ലീഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറിയാണ്. ആരാണോ അവൻ കാശ് കൂട്ടി, എന്നാ ഞാനും കാശ് കൂട്ടി, അവൻ കാശ് കുറച്ചു ഞാനും കാശ് കുറച്ചു, ഇത് ലാഭമാണോ നഷ്ടമാണോ എത്ര രൂപ കിട്ടുന്നുണ്ട്, ഇങ്ങനെ പോകുന്ന കുറെ സ്ഥാപനങ്ങൾ കടത്തിൽ ചെന്ന് അവസാനിക്കുന്ന കാണാം. ഇത് ഈ കടം കയറുന്ന ചെയ്ത് ഒഴിക്കാന്ന് അറിയോ? മാർക്കറ്റിംഗ് കുറെ കാശ് കടം കിട്ടും, അവിടെ കടം പറയും. മാർക്കറ്റിംഗ് സ്ഥിരമായിട്ട് നമ്മൾ മേടിക്കുന്നവരെ ഇന്ന് കടം കിട്ടും, ക്രെഡിറ്റ് കിട്ടും. ഇത് മുഴുവൻ ക്രെഡിറ്റ് മുഴുവൻ എന്ത് ചെയ്യും? അവിടെ കടം വയ്ക്കും. വിറ്റ് കിട്ടുന്ന കാശ് മുഴുവൻ എടുത്തിട്ട് എന്ത് ചെയ്യും? ഇത് റോളിങ്ങിൽ ഇങ്ങനെ പോകും. അപ്പൊ ഒരുത്തന്റെ കയ്യിൽ നിന്ന് കടം മുട്ടി കഴിയുമ്പോൾ അടുത്തോന്റെ അടുത്തേക്ക് പോകും. അത് കഴിഞ്ഞാൽ അത് അടുത്തോന്റെ അടുത്തേക്ക് അങ്ങനെ പോയി 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 അവസാനത്ത് വട്ടം മുട്ടും. അപ്പൊ നമ്മൾ പറയുന്ന ഒരു ഇതുണ്ട്, ഭാഷയുണ്ട്, പൊട്ടി. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ ഈ കണക്ക് നോക്കാണ്ട് വരുമ്പോ ഉണ്ടാവുന്ന ഒരു തമാശകളാണ് ഇതൊക്കെ. നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കരമായൊരു തെറ്റിദ്ധാരണയുണ്ട്. സോഫ്റ്റ്വെയർ വയ്ക്കുന്നത് എന്തിനാണെന്നറിയോ? GST അടയ്ക്കാനും ബില്ലടിച്ചു കൊടുക്കാനും. വേറൊരു ഉപകാരമില്ല എന്നുള്ളൊരു ധാരണ കുറെ പേർക്കുണ്ട്. എങ്ങനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു 4-5 സ്റ്റാഫിനെ വെച്ചിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞ് ഈ പറഞ്ഞ എല്ലാ റിസൾട്ടും സോഫ്റ്റ്വെയറിന്റെ നല്ലൊരു സോഫ്റ്റ്വെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ 4-5 സ്റ്റാഫിനെ വേണ്ടു അക്കൗണ്ട്സിൽ നമുക്ക് റിസൾട്ട് എടുക്കാൻ പറ്റും. വലിയൊരു എക്സ്പെൻസ് വരില്ല. നല്ലൊരു വലിയ സ്ഥാപനത്തിൽ 20 ഔട്ട്ലെറ്റ് ഒക്കെ ഉള്ള ഒരു സ്ഥാപനം എന്ന് വിചാരിക്കുക. ഇത്രയും ചുരുങ്ങിയ എംപ്ലോയീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പറ്റും നല്ല സോഫ്റ്റ്വെയർ ആണെങ്കിൽ.